വെൽക്കം ടു മൈ ചാനൽ ആന്റണി രാജു മാത്ത് ക്ലാസ്സസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലോജിക്കൽ റീസണിംഗിൽ വരുന്ന പസിൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ പസിൽസിനെ നമുക്ക് മെയിൻ ആയിട്ട് 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ പസിൽ, സെക്കൻഡ് വൺ കമ്പാരിസൺ പസിൽ, തേർഡ് വൺ സെലക്ഷൻ പസിൽ, ഫോർത്ത് വൺ സീക്വൻഷ്യൽ പസിൽ ആൻഡ് ഫിഫ്ത് വൺ ഫാമിലി പസിൽ. ഇങ്ങനെ 5 ടൈപ്സ് ഓഫ് പസിൽസ് ആണ് നമുക്ക് സാധാരണ ചോദിക്കാറുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ പസിലാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ക്ലാസിഫിക്കേഷൻ പസിലിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കാണുന്നത്. ഈ ക്വസ്റ്റിന് നമുക്കറിയാം, ഒരു 6 പേരുടെ പ്രൊഫഷൻ തന്നിട്ടുണ്ട്, അവരുടെ പേര് തന്നിട്ടുണ്ട്, ആൻഡ് അവര് വർക്ക് ചെയ്യുന്ന പല പല ബാങ്കുകളുടെ പേര് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒന്ന് ഡീകോഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് ശേഷം ചോദിക്കുന്ന 4 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഡീകോഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ABCDEFG എന്ന് എഴുതാൻ ചാൻസ് ഉണ്ട്. ബട്ട് അങ്ങനെ എഴുതരുത്. നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ ആ ക്ലൂ തന്നിരിക്കുന്ന, ആ ഹിന്റ് തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ എഴുതാണെങ്കിൽ അതായിരിക്കും എളുപ്പം. അപ്പൊ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാം. ആദ്യം ഞാൻ C എഴുതിയിരിക്കുന്നത്. CN നോട്ട് റിസർച്ച് നോട്ട് ക്ലർക്ക്. ERIT ഓഫീസർ. A നോട്ട് L നോട്ട് Q ഫോറക്സ് ഓഫീസർ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഹിന്റിന്റെ ഓർഡറിൽ എഴുതി പോവാം. നമുക്ക് അറിയാൻ പാടില്ലാത്തത് ജസ്റ്റ് ബ്ലാങ്ക് ആക്കി എഴുതാം. ഇവിടെയും ബ്ലാങ്ക് ആണ്. ആൻഡ് വേറെ അവരെ നോട്ട് എന്ന് തന്നിരിക്കുന്ന ഒരു ഇൻടു മാർക്ക് ഇട്ട് എഴുതാം. ദെൻ നമ്മൾ ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഇനി തന്നിരിക്കുന്ന ലാസ്റ്റ് ക്ലൂ അത് എപ്പോഴും നമുക്കിത് ഡീകോഡ് ചെയ്യാനുള്ള, സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് ആയിരിക്കും. അപ്പോൾ D ഈസ് നോട്ട് ആൻ അഗ്രികൾച്ചർ ഓഫീസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇവിടെ എല്ലിന് ടെർമിനൽ ഓഫീസർ തന്നിട്ടുണ്ട്. ഇനി അഗ്രികൾച്ചർ ഓഫീസർ ആവാൻ പറ്റാത്ത ഒരാളാണ് D എന്ന് പറഞ്ഞു. അപ്പൊ ഒരിക്കലും D ഇവിടെ വരില്ല. സോ D ഇവിടെ ആയിരിക്കും വരും. നമ്മളിവിടെ D എന്ന് എഴുതും. ആൻഡ് ഇനി ആകെ ബാക്കി വന്നിരിക്കുന്ന ആരാണ്? B ആണ്. സോ നമുക്കിവിടെ B എന്ന് എഴുതാം. നമ്മൾ പ്രൊഫഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ റിസർച്ചോ ക്ലർക്കോ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. റിസർച്ചർ ഓൾറെഡി വന്നു, ക്ലർക്ക് വരില്ല. സോ ഇവിടെ ആയിരിക്കും ക്ലർക്ക് വരും. ആൻഡ് ഇനി അവിടെ വരാൻ ചാൻസ് ഉള്ള ഒരേ ഒരാളുള്ളൂ, അത് ഒരു എക്കണോമിസ്റ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് അവിടെ എക്കണോമിസ്റ്റ് എന്ന് എഴുതാം. ഇനി നമുക്ക് ഒരാളെയും കൂടി ഡീകോഡ് ചെയ്യാനുള്ളൂ. എന്തായിരുന്നു? ഫോറക്സ് ഓഫീസറായിട്ട് A വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഏത് ബാങ്കിലാണെന്നാണ് നമുക്ക് ഡീകോഡ് ചെയ്യേണ്ടത്. ഇവിടെ ആകെ ഇനി വരാനുള്ളത് S മാത്രമാണ് അല്ലെ. അപ്പോൾ S നമ്മളോട് എഴുതാം. സോ നമുക്ക് എൻ്റെ പോർഷൻ ഡീകോഡ് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. Who among the following works as an agriculture officer? ഇവിടെ അഗ്രികൾച്ചർ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന ആരാണ്? B. And what is the profession of C? C ന്റെ പ്രൊഫഷൻ എന്താണ്? എക്കണോമിസ്റ്റ്. And for which bank does B work? B ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്? ഏത് ബാങ്കിലാണ്? M. And last one, what is the profession of the person who works for bank S? Forex officer. അപ്പൊ നമ്മുടെ 4 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് കൂടി വന്നതിന് 1 മിനിറ്റ് താഴെ മതി. ബട്ട് ഇത് ഡീകോഡ് ചെയ്യാൻ സമയം എടുത്ത്. പക്ഷെ ഡീകോഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ ഓർഡറിൽ ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കമ്പാരിസൺ പസിൽ. കമ്പാരിസൺ പസിൽ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ വെയിറ്റോ ഹൈറ്റോ അതല്ലെങ്കിൽ ടൈമോ എന്തിനെ ബേസ് ചെയ്തിട്ട് വേണമെങ്കിലും ആവാം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് ടൈമിനെ ബേസ് ചെയ്തിട്ടാണ്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഒരു ഓഫീസിൽ എത്താൻ എടുക്കുന്ന ടൈമാണ് അവർ പറയുന്നത്. 6 പേരുടെ കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് ഒരാൾക്ക് എത്താൻ 10 മിനിറ്റ് മതി, ലാസ്റ്റ് എത്തുന്ന ആൾക്ക് 60 മിനിറ്റ് വേണം. അപ്പോൾ 6 പേരുണ്ട്. അവർ തന്നിരിക്കുന്ന ഹിന്റ് നമുക്കൊന്ന് നോക്കാം. D takes more time than E but less than A എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ അതിനൊന്ന് മാറ്റി എഴുതാം. D more than E less than A. ജസ്റ്റ് ഇങ്ങനെ എഴുതാം. And A reaches in 30 minutes. അപ്പോൾ എന്റെ പൊസിഷൻ എന്തായിരിക്കും? ഫസ്റ്റ് പേഴ്സൺ ടൈം 6th പേഴ്സൺ 60 മിനിറ്റ് ആണ്. അപ്പോൾ എന്റെ പൊസിഷൻ 3rd പൊസിഷനിലാണ് A. Okay. And last one എന്താ? B takes less time than F. Only F. B takes less time than only F എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ F മാത്രമേ B കഴിഞ്ഞിട്ട് വരുള്ളൂ. അതായത് F-ന് കുറച്ച് സമയം കൂടുതൽ വേണം, B-ക്ക് സമയം കുറവ് മതി. ഈ ഒരു സിമ്പിൾ തന്നെ ആക്കി എഴുതുമ്പോൾ F less than B എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഈ ഓർഡറിൽ നമുക്കൊന്ന് എഴുതി നോക്കാം. എന്തായാലും A തേർഡാ വരണ്ടേ അല്ലെ. അപ്പൊ ലേറ്റ് ആയിട്ട് വരുന്ന ഇത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ E ആദ്യം വരും, D രണ്ടാമത് വരും, A തേർഡ് വരും, ആൻഡ് Bന്റെ താഴെ F മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ ആകെ ഇടയ്ക്ക് വരാവുന്ന ഒരു ലെറ്റർ ഏതാണ്? C. നമ്മൾ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിലെ ക്വസ്റ്റ്യൻസ് 3 ഉള്ള. ഹൗ മച്ച് ടൈം ഡസ് C ടേക്ക് ടു റീച്ച് ഓഫീസ് എന്നാണ് ചോദ്യം. അപ്പൊ C ഓഫീസിൽ എത്താനായിട്ട് എടുക്കുന്ന സമയം എത്രയാണ്? നമുക്ക് നോക്കുകയാണെങ്കിൽ 4th പൊസിഷനിലാണ് C. സോ 40 minutes. 40 minutes. And
ഹൂ നീഡ് മാക്സിമം ടൈം ടു റീച്ച് ഓഫീസ്, അതായത് 60 മിനിറ്റ് എടുക്കുന്നത് ആരാണ്? എഫ് ആണ്. And last one, how many people take more time to reach office than D? ഡിനേലും കൂടുതൽ സമയം എടുക്കുന്ന എത്ര പേരുണ്ട്? 1 2 3 4 4 പേരാണ്. ഓക്കെ, സോ നമുക്ക് ഇത് മൂന്ന് ആൻസർ ചെയ്യാൻ വളരെ കുറച്ച് സമയം മതി ഇത് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നേരത്തെ പറഞ്ഞവരാണ് ആ ഓർഡറിൽ തന്നെ എഴുതി പോകും, പെട്ടെന്ന് ആൻസർ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് അടുത്ത മോഡൽ നോക്കാം, സീക്വൻഷ്യൽ പസിൽ. അപ്പൊ നമ്മുടെ ക്വസ്റ്റൻ ഇങ്ങനെയാണ്. ഇതിൽ തന്നിരിക്കുന്നത് എന്താണ്? ഒരു വീക്കിൽ 6 ലെക്ചേഴ്സ് ആണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു ദിവസം ഓഫ് ആണ്. ആൻഡ് നമുക്ക് അതിന്റെ ഒരു ക്ലൂസ് തന്നെയാണ് എന്താ? കമ്പ്യൂട്ടർ ട്യൂസ്ഡേയും സാറ്റർഡേയും പറ്റില്ല, മൺഡേ ഓഫ് ആയിരിക്കും, ഓഫ് ആകാൻ പറ്റില്ല, ആൻഡ് ഫ്രൈഡേ സ്റ്റാറ്റിസ്റ്റിക്സ് പറ്റില്ല. കുറച്ച് ഓർഡർ തന്നിട്ടുണ്ട്. ഓർഗനൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സൈക്കോളജി വരിക, സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ് ഒരു ലെക്ചർ കഴിഞ്ഞിട്ടേ റിസർച്ച് വരുള്ളൂ, ആൻഡ് ലാസ്റ്റ് ഒരു ഓഫ് ഡേ കഴിഞ്ഞിട്ട് എക്കണോമിക്സ് എടുക്കുള്ളൂ. ആൻഡ് ഒരു കാര്യം കൂടി ഉണ്ട്, ഒരു വീക്കിൽ തന്നെ ഇതെല്ലാം അറേഞ്ച് ചെയ്യണം. അതായത് ഇപ്പൊ നമ്മൾ സൺഡേ വെച്ച് അടുത്ത മൺഡേ, അങ്ങനെ ഒരു നെക്സ്റ്റ് വീക്കിലേക്ക് അത് മൂവ് ചെയ്യാൻ പാടില്ല. ആ സൺഡേ ടു മൺഡേ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മൺഡേ ടു സൺഡേ എന്ന് പറഞ്ഞ ഷെഡ്യൂളിൽ തന്നെ ഇത് തീരണം. അപ്പൊ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്ത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഇവിടെ വീക്ക് നമ്മൾ ആ ഓർഡറിൽ എഴുതാം, ഏതൊക്കെ പറ്റില്ല എന്നുള്ളത് മാർക്ക് ചെയ്യും. ആൻഡ് നമുക്ക് തന്നിരിക്കുന്ന ഓർഡർ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ ഇനി ഒരു ലെക്ചർ കൂടി നമുക്ക് ആഡ് ചെയ്യാനുള്ളൂ, അത് കമ്പ്യൂട്ടർ ആണ്. ഇത് വേറെ എവിടെയും ഇവിടെ വരില്ല, ഈ ഒരു ഗ്യാപ്പിലേ വരുള്ളൂ. സോ കമ്പ്യൂട്ടർ. ഇനി നമുക്ക് ഇതിങ്ങനെ സെറ്റ് ആയിട്ട് തന്നെ എവിടെയെങ്കിലും ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓഫ് ഡേ കഴിഞ്ഞിട്ട് എക്കണോമിക്സ് വരുള്ളൂ, ഓർഗനൈസേഷൻ കഴിഞ്ഞാൽ സൈക്കോളജി വരും, സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ് കമ്പ്യൂട്ടർ കഴിഞ്ഞ റിസർച്ച്. ഇതിങ്ങനെ സെറ്റ് ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഓരോന്ന് ഫിക്സ് ചെയ്ത് നോക്കണം. സപ്പോസ് ഇതെടുത്ത് നമ്മൾ ഇവിടെ വെക്കാൻ നോക്കുകയാണെങ്കിൽ പറ്റില്ല. കാരണം എന്താ? ഓഫ് ഡേ മൺഡേ ആകാൻ പാടില്ല. അപ്പൊ അത് വേറെ എവിടെയെങ്കിലും വരുള്ളൂ. ദെൻ സ്റ്റാറ്റ് എടുത്തിട്ട് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും വെക്കാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ വേണമെങ്കിൽ പറ്റും, ഇവിടെ പറ്റും, ബട്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അത് പറ്റില്ല അല്ലെ? അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തായാലും ഇവിടെ വരില്ല. സോ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓരോ രീതിയിൽ നമുക്ക് വെച്ച് നോക്കാം. ഫസ്റ്റ് ഞാൻ ഈ ഓർഗനൈസേഷനിൽ വെച്ച് നോക്കി, ദെൻ സൈക്കോളജി, ദെൻ ഞാൻ ഈ സ്റ്റാറ്റ് കമ്പ്യൂട്ടർ റിസർച്ച് നമ്മൾ വെച്ച് നോക്കി, സ്റ്റാറ്റ് കമ്പ്യൂട്ടർ റിസർച്ച്, ആൻഡ് പിന്നെ ഓഫ്, പിന്നെ എക്കണോമിക്സ്. ഇത് പോസിബിൾ ആണോ നമുക്ക് നോക്കാം. അപ്പൊ ഇത് പോസിബിൾ ആയിട്ട് തന്നെയാണ് വരിക. കാരണം നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ വേറെ ഒന്നും പ്രോബ്ലം ആയിട്ട് വരുന്നില്ല അല്ലെ? റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള റിസർച്ച് പറ്റും, കമ്പ്യൂട്ടർ പറ്റില്ല എന്ന് പറയുന്നത് അത് ഓഫ് ഡേ ആവാം. അപ്പൊ ഈ ഒരു ഫൈനൽ ഡീകോഡിംഗ് നമുക്ക് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? വിച്ച് വൺ വിൽ ബി ദ ലാസ്റ്റ് ലെക്ചർ ഷെഡ്യൂൾ? എക്കണോമിക്സ്. വിച്ച് ലെക്ചർ ഈസ് ഷെഡ്യൂൾഡ് ഓൺ ഫ്രൈഡേ? ഫ്രൈഡേ ഏതാണ് നമുക്ക് തന്നിരിക്കുന്നത്? റിസർച്ച്. ഹൗ മെനി ലെക്ചേഴ്സ് വിൽ ബി ഷെഡ്യൂൾഡ് ബിറ്റ്വീൻ എക്കണോമിക്സ് ആൻഡ് സൈക്കോളജി? എക്കണോമിക്സിനും സൈക്കോളജിക്കും ഇടയിൽ എത്ര ലെക്ചേഴ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു വീക്ക് നോക്കുമ്പോൾ 1 2 3 4 3 അല്ലെ? ഇത് ഓഫ് ഡേ ആണ്, അപ്പൊ 3 ലെക്ചേഴ്സ് ആണ് ഉള്ളത്. വിച്ച് ഡേ ഈസ് കമ്പ്യൂട്ടർ സയൻസ് ഷെഡ്യൂൾഡ്? Thursday. And last one, what day is off day? It's on Saturday. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് എഴുതുന്നു. മെയിൻ ആയിട്ട് നമ്മൾ പസിൽ എന്ന് പറയുന്ന ലോജിക്കൽ റീസണിംഗിൽ ചോദിക്കാനുള്ള പസിൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ 3 എണ്ണം നോക്കി. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത 2 കാറ്റഗറി നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.